ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗായാലോ. ഇന്ന് പാചകം സുനിയേട്ടൻ്റെ വകയാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. ഈ സംഭവം എനിക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഇന്ന് സുനിയേട്ടനെ ഏൽപ്പിക്കുകയാണ്. കാരണം സാധാരണ ഇവിടെ നാത്തൂനാണ് ചിക്കൻ ചുക്കയൊക്കെ വെക്കാറ് സാധാരണ, ഇല്ലെങ്കിൽ അമ്മയാണ്. അമ്മയ്ക്ക് ഇന്ന് വേറെ കുറേ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതങ്ങ് സുനിയേട്ടനെ ഏൽപ്പിച്ചു. എന്താവോ എന്തോ, സാധാരണ നന്നായിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അസിസ്റ്റ് ചെയ്ത് ഞാൻ മടുത്തു. അങ്ങനെ അവസാനം അവിടെ ഒരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സാധാരണയായി നമ്മുടെ ഈ റീൽസിൽ കാണാറുണ്ടല്ലോ, ഓറഞ്ച് ഇതേ മണ്ണാക്കി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. സാധാരണ സൺഡേ ഒരു 2:30-3 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കുമ്പോൾ. കാരണം രാവിലെ എണീച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു, അങ്ങനെ വെറുതെ കുറേ സമയം കളയും. അതിനുശേഷമാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആവാറുണ്ട്. എല്ലാ സൺഡേകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിന് അമ്മ 2 ദിവസം മുന്നേ കൃഷിഭവനിൽ നിന്ന് കുറച്ച് 2-3 നമ്മുടെ പച്ചക്കറി തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക, പടവലങ്ങ, പിന്നെ മുളകിൻ്റെ തൈ, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നടാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ നടന്ന കാട്ടിൽ കാണുന്നത്. നമ്മൾ പൂച്ചെടി നടാൻ വേണ്ടിയിട്ട് 2-3 ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അതിലേക്ക് നട്ടു. ഇവിടെ മയിലിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇതുങ്ങൾ വന്നെപ്പോഴും ഇങ്ങനെയുള്ള കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് സാധാരണ പോവാറ്. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അമ്മ അതെല്ലാം ഒതുക്കി ഒരു സൈഡിലേക്കാക്കി വെച്ചു. അപ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കാനിറങ്ങി. അങ്ങനെ ഇപ്പം ഞാനിവിടെ നിന്ന് നോക്കുന്നത്, നമുക്കവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡ് അവിടെ കടലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിൽക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. നമ്മളുള്ളതൊരു കുന്നിൻ്റെ മണ്ടയിലായതുകൊണ്ട് നല്ല കാറ്റൊക്കെ വീശും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.